ഇന്ന് പുറത്തു വന്ന രണ്ട് IPL ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് പാണ്ഡ്യയുമായി ബന്ധപ്പെട്ടതാണ്. മുംബൈ ടീം ഇപ്പോൾ ശരിക്കും തകർന്നിരിക്കുകയാണ്. പാണ്ഡ്യ ക്യാപ്റ്റനായപ്പോൾ മുംബൈ ടീം ഇപ്പോൾ പ്ലേ ഓഫ് പോലും കാണാതെ പുറത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. ഇപ്പോൾ ഇതാ മുംബൈ ടീം പാണ്ഡ്യയെ ഒഴിവാക്കാൻ പോവുകയാണ്. പാണ്ഡ്യയെ ക്യാപ്റ്റനിൽ നിന്നല്ല, മറിച്ച് മുംബൈ ടീമിൽ നിന്ന് തന്നെ പുറത്താക്കാൻ പോവുകയാണ്. അടുത്ത വർഷം മെഗാ ഓപ്ഷനാണ്. അതുകൊണ്ട് 4 താരങ്ങളെ മാത്രമേ ടീമിൽ നിലനിർത്താൻ സാധിക്കൂ. പാണ്ഡ്യയെ മുംബൈ ടീം റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ പാണ്ഡ്യ ലേലത്തിലേക്ക് പോകും. പാണ്ഡ്യ പോയാൽ മുംബൈ ടീം രക്ഷപ്പെടുമെന്നാണ് ആരാധകർ പറയുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ്. ഈ IPL സഞ്ജു തകർത്തടിക്കുകയാണ്. റൺ വേട്ടക്കാരിൽ സഞ്ജു തലപ്പത്തുണ്ട്. സഞ്ജു അടുത്ത ഇന്ത്യയുടെ ക്യാപ്റ്റനാകണമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഹർഭജൻ സിംഗ്. രോഹിത് ശർമ്മയ്ക്ക് ശേഷം സഞ്ജു ഇന്ത്യയുടെ T20 ക്യാപ്റ്റനാകണം. സഞ്ജുവിനെ പോലെ ഒരു ക്യാപ്റ്റനെ കിട്ടില്ലെന്നാണ് ഹർഭജൻ പറയുന്നത്. ശരിക്കും സഞ്ജു മികച്ചൊരു ക്യാപ്റ്റനാണ്. രാജസ്ഥാൻ ടീമിലെ സഞ്ജുവിന്റെ ക്യാപ്റ്റൻസി നോക്കിയാൽ അത് വ്യക്തമാണ്. പാണ്ഡ്യയ്ക്ക് ഇപ്പോൾ നെഗറ്റീവാണ്. അതുകൊണ്ട് പാണ്ഡ്യ ഇനി ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് രോഹിത് ശർമ്മയ്ക്ക് ശേഷം ആരായിരിക്കും ഇന്ത്യയുടെ T20 ക്യാപ്റ്റൻ? സഞ്ജു ആകണമെന്നാണ് ഇതിഹാസ താരങ്ങൾ പറയുന്നത്. സഞ്ജു ഇന്ത്യയുടെ T20 ക്യാപ്റ്റനായാൽ ഇന്ത്യ ഉറപ്പായിട്ടും വേൾഡ് കപ്പ് നേടും. ക്യാപ്റ്റൻസി എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് സഞ്ജുവിനെ വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.